ഈ അന്ത്യോഖ്യ എവിടെ? മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും കാണാൻ പറ്റില്ല. ഇല്ലാത്ത ഒന്നുമായി എങ്ങനെ ബന്ധമുണ്ടാകും? തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തേക്കുണ്ടോ? കടലാടിയിൽ കടലുണ്ടോ? വെള്ളിക്കോലിൽ വെള്ളിയുണ്ടോ? റോമാ സാമ്രാജ്യത്തിന്റെ പരിധിക്ക് പുറത്ത് ഈ പാത്രിയാർക്കീസിന് യാതൊരു റോളുമില്ല. അന്തിക്ക് പിച്ചയ്ക്ക് വന്നവന് അമ്മയ്ക്ക് സംബന്ധം എന്നു പറയുന്നത് പോലെ ഈ പാത്രിയാർക്കീസിനെ ചുമക്കുന്ന അടിമ യാക്കോകൾക്ക് തിരിച്ചടി വരാൻ പോകുന്നതേ ഉള്ളൂ. അക്കാര്യം 1998 സിറിയക് ഓർത്തഡോക്സ് ഭരണഘടനയിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യക്കാരനെ പാത്രിയാർക്കീസ് ആക്കരുത്. വകുപ്പ് 34-ൽ ആഫ്രിക്കയിലെ നീഗ്രോ സ്വാതന്ത്ര്യത്തിനായി പൊരുതുമ്പോൾ കേരളത്തിൽ കുറെ വികട യാക്കോകൾ അടിമച്ചോറ് തരൂ, അടിമച്ചങ്ങല അണിയിക്കൂ എന്ന് മോങ്ങുന്നു. പാത്രിയാർക്കീസിന്റെ അടിമച്ചങ്ങല കഴുത്തിലണിയാൻ സ്വയം തെങ്ങും പറമ്പും മുപ്പുനിലങ്ങളും വിറ്റ് കോടതി കയറി ജീവിതം ഹോമിക്കുന്ന ഈ അടിമകൾക്ക് പറ്റിയ നുകം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോൾ ആകെ കൂടി ഒരു പ്രതീക്ഷ പിണറായിയാണ്. പിണറായിയെ കൊണ്ട് ചർച്ച് ബിൽ കൊണ്ടുവരാനാണ് കിടന്നു മൂങ്ങുന്നത്. അത് അത്ര എളുപ്പമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഈ അടിമകളോട് ആര് പറഞ്ഞു കൊടുക്കും? അടിമകളുടെ തനിനിറം കഴിഞ്ഞ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി നേരിട്ട് കണ്ടു. കൂടെ നിന്നിട്ട് കുണ്ടിക്കിട്ട് നുള്ളിയത് പിണറായി അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. നിയമസഭയിൽ എത്ര MLA-മാരാണ് നിങ്ങളുടേതായി പിണറായിയുടെ കൂടെയുള്ളത്? എത്ര MP-മാരാണ് ഇടതുമുന്നണിയുടെ കീഴിലുള്ളത്? നിങ്ങളുടെ 4 വോട്ട് കാണിച്ച് ഇനിയും കാര്യം നേടാൻ സാധിക്കില്ല. ഒരു അനുഭവമല്ല, പല അനുഭവങ്ങളായി. ഇനി ഇതും പറഞ്ഞുകൊണ്ട് പിണറായിയുടെ അടുത്തെങ്ങാനും ചെന്നാൽ ചിലപ്പോൾ വിവരമറിയും. അതുകൊണ്ട് അടിമകളെ, നിങ്ങൾ അടിമത്തം അവസാനിപ്പിച്ച് മാതൃസഭയിലേക്ക് കടന്നു ചെല്ലുവിൻ. നിങ്ങൾക്ക് നല്ലതേ വരൂ.